ഹായ്, വെൽക്കം ടു മൈ ചാനൽ മോംസ് ടു മാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് EVSലെ അനിമൽസ് അറൗണ്ട് അസിൻ്റെ ബാക്കി ഭാഗമാണ് അല്ലേ. ക്ലാസ് 2 ടേം 2 ചാപ്റ്റർ 5 ആണ് അനിമൽസ് അറൗണ്ട് അസിലെ ബാക്കി ഭാഗം. അതായത് ഇന്നലെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? പെറ്റ് അനിമൽസ് പഠിച്ചു, പിന്നെ വൈൽഡ് അനിമൽസ് പഠിച്ചു, ഡൊമസ്റ്റിക് അനിമൽസിൻ്റെ കുറച്ച് ഭാഗവും പഠിച്ചു അല്ലേ. ഇനി ആ ഡൊമസ്റ്റിക് അനിമൽസിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, എല്ലാവരും നോക്കിക്കോ, വായിക്കുകയാണ്. ഹെൻസ് ആൻഡ് ഡക്സ് ഗീവ്സ് us egg and meat. Sheep gives us wool and meat. Bullocks and buffaloes are used by farmers to plough their fields. Horses and camels carry loads. They are known as beasts of burden. അപ്പം നോക്കിക്കോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് നിർത്തിയ ഡൊമസ്റ്റിക് അനിമൽസിൽ അല്ലേ. ഡൊമസ്റ്റിക് അനിമൽസ് നമ്മൾ എന്താ പഠിച്ചത്? നമുക്ക് ഉപകാരിയായിട്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്നവ, അങ്ങനെയുള്ള മൃഗങ്ങളെയാണ് ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കവു, ബഫലോ, ഗോട്ട്, ഇത് അവരുടെ ഉപയോഗം അല്ലേ. അവർ നമുക്ക് എന്ത് തരണു? പാല് തരുന്നുണ്ട്. പാല് കൊണ്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നു അതുവരെ നമ്മൾ പഠിച്ച് നിർത്തി. ഇനി നമ്മൾ പഠിക്കാൻ പോണതാ ഹെൻ ആൻഡ് ഡക്ക്, കോഴിയും താറാവും. എന്താ നമുക്ക് തരണത്? കോഴിയും താറാവും നമുക്ക് എന്ത് തരും? മുട്ട, എഗ്ഗ് ആൻഡ് മീറ്റ്, ഇറച്ചി ഇല്ലേ. കോഴിയും താറാവും നമുക്ക് മുട്ടയും ഇറച്ചിയും തരും. അടുത്ത് ഷീപ്പ് ഗീവ്സ് us wool and meat. ഷീപ്പ്, ചെമ്മരിയാട്, കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. നമ്മൾ കുഞ്ഞ് ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി wool? SR 3 bags full അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ചെമ്മരിയാട് എന്താ തരണം നമുക്ക്? വൂൾ, അതായത് കമ്പിളി. വൂൾ ആൻഡ് മീറ്റ്, കമ്പിളിയും തരും, നമ്മൾ അതിൻ്റെ ഇറച്ചിയും കഴിക്കും. ഷീപ്പ് ഗീവ്സ് us wool and meat. Bullocks and buffaloes are used by farmers to plough their fields. Bullocks അതായത് കാളയും ബഫലോസ്, നമ്മൾ എരുമ. ബഫലോസിനെ കുറിച്ച് നേരത്തെയും പഠിച്ചു, അതായത് പാല് തരുമെന്നുള്ള. പിന്നെ ബഫലോയെ കൊണ്ടുള്ള ഉപയോഗം, എരുമയെ കൊണ്ട് വേറെ എന്താ ഉപയോഗം? നമ്മളെ നിലം ഉഴാൻ വേണ്ടിയിട്ട്, വയൽ ഉഴാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാളയും എരുമയും ഉപയോഗിക്കാറുണ്ട് അല്ലേ. കാളവണ്ടിയൊക്കെ കേട്ടിട്ടില്ലേ എല്ലാവരും? ഇല്ലെങ്കിൽ അമ്മയോടൊക്കെ പറഞ്ഞിട്ട് പഴയ സിനിമയോ അല്ലെങ്കിൽ കാളവണ്ടിയെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും യൂട്യൂബിൽ, വച്ച് കാണിച്ചു തരാൻ പറയാം കേട്ടോ. പിന്നെ അപ്പം കാളയും ഈ എരുമയും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഫാമേഴ്സ്, കൃഷിക്കാരെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പ്ലഫ് എന്ന് പറഞ്ഞാൽ ഉഴുക, നിലം ഉഴാൻ വേണ്ടിയിട്ട്, വയൽ ഉഴാൻ വേണ്ടിയിട്ടാണ് ഇവയെ ഉപയോഗിക്കുന്നത്. ഉഴുക എന്ന് പറഞ്ഞാൽ ഈ മണ്ണിനെ ഇളക്കുന്ന, വയൽ അറുക്കുന്ന, അതായത് നെല്ല് നല്ല പാകമായതിനു ശേഷം നമ്മൾ അതിനെ അറുത്തെടുത്തിട്ട് അതിന് കുറച്ച് ദിവസം ആ മണ്ണ് അങ്ങനെ ഇട്ടതിന് ശേഷം ഈ കൃഷിക്കാരെന്ത് ചെയ്യും? അതിനെ നിലം ഈ കാളയോ ഈ എരുമയെ കൊണ്ട് അതിനെ ഇങ്ങനെ അടിച്ചടിച്ച് ഈ പിക്ചറിൽ കാണിക്കും പോലെ. ഇപ്പം അതിന് ട്രാക്ടറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ ഈ മൃഗങ്ങളെ അധികം ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ അമ്മയോട് വച്ച് തരാൻ പറഞ്ഞത്. നോക്കിയോ അടുത്ത്. ബുള്ളക്സ് ആൻഡ് ബഫലോസ് ആർ യൂസ്ഡ് ബൈ ഫാമേഴ്സ് ടു പ്ലഫ് ദെയർ ഫീൽഡ്സ്. ഇനി ഹോഴ്സസ് ആൻഡ് ക്യാമൽസ് ക്യാരി ലോഡ്സ്. ദേ ആർ നോൺ ആസ് ബീസ്റ്റ് ഓഫ് ബർഡൻ. അപ്പോൾ ഈ ഹോഴ്സസ് എന്ന് പറഞ്ഞാൽ കുതിര. പിന്നെ ക്യാമൽ അറിയാമല്ലോ, ഒട്ടകം. എന്താണ്? മരുഭൂമിയുടെ കപ്പൽ പറയുന്ന ആരെയാണ്? ക്യാമലിനെ അല്ലേ. ഇതൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നത്. ഒട്ടകം. ഈ ഒട്ടകത്തിനെയും കുതിരയും നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ഈ ലോഡ് കയറ്റിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് അല്ലേ, ഭാരം ചുമക്കുന്നതിന് വേണ്ടിയിട്ട്. ദേ ആർ നോൺ ആസ് ബീസ്റ്റ് ഓഫ് ബർഡൻ. ഇങ്ങനെ ഈ ഭാരം ചുമക്കുന്ന മൃഗങ്ങളെ നമ്മൾ പറയുന്നതാണ് എന്താണ്? ബീസ്റ്റ് ഓഫ് ബർഡൻ. അപ്പം നോക്കിക്കോ, ഞാൻ വായിക്കുകയാണ്. ഹെൻസ് ആൻഡ് ഡക്സ് ഗീവ്സ് us eggs and meat. Sheep gives us wool and meat.
Bullocks and buffaloes are used by farmers to plough their fields. Horses and camels carry loads. They are known as beasts of burden. ഓക്കെ, ഇനി അടുത്ത് നെക്സ്റ്റ് പേജ് നോക്കിക്കോ എല്ലാവരും. നെക്സ്റ്റ് പേജ് എടുത്തോ. അടുത്ത് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? അനിമൽസ് ആൻഡ് ദെയർ മൂവ്മെൻറ്റ്സ്. മൃഗങ്ങൾ അവരെ ചലനങ്ങൾ അല്ലേ. ചലനങ്ങൾ എന്ന് പറയുമ്പോൾ അവർ രണ്ട് കാലേ നടക്കുന്നത്, നാല് കാലേ നടക്കുന്നത്, പിന്നെ കരയിൽ ജീവിക്കുന്നവ, വെള്ളത്തിൽ ജീവിക്കുന്നവ, അപ്പോൾ അതിനൊക്കെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. നോക്കിക്കോ. ബേർഡ്സ് ഹാവ് വിങ്സ് ടു ഫ്ലൈ ഇൻ ദ എയർ. They use their 2 legs to walk on the land. Some birds swim on water. Some animals walk on 4 legs. Lion, tiger, elephant, horse, dog, cat are some animals that walk on land with their 4 legs. Fishes live in water. They have fins for swimming. Some animals can live both in water and on land. Frogs have webbed feet to swim in water. They can also hop around on land. അപ്പം നോക്കിക്കോ, എന്താണ് ഫസ്റ്റ് ബേർഡ്സ്, പക്ഷികളെ കുറിച്ച്. ബേർഡ്സ് ഹാവ് വിങ്സ് ടു ഫ്ലൈ ഇൻ ദ എയർ. പക്ഷികൾ എങ്ങനെയാണ്? അവർ വായുവിൽ സഞ്ചരിക്കണം. എങ്ങനെയാണ്? പറന്ന് അല്ലേ. അവർക്ക് പറക്കാൻ വേണ്ടി എന്തുണ്ട്? അവർക്ക് 2 ചിറകുകളുണ്ട് അല്ലേ. ആ ചിറകിൽ അവരെന്ത് ചെയ്യും? അവരിങ്ങനെ വായുവിലേ ഇങ്ങനെ പറന്ന് നടക്കും. ദേ യൂസ് ദെയർ 2 legs ടു വാക്ക് ഓൺ ദ ലാൻഡ്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഇതുപോലെ പറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചിറകുണ്ടെങ്കിൽ പറക്കായിരുന്നു എന്ന് അങ്ങനെയൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. എൻ്റെ മോൾ എപ്പോഴും കുഞ്ഞിലെ ഇങ്ങനെ ആക്ട് ചെയ്യുമായിരുന്നു. 2 ചിറകുണ്ടെങ്കിൽ ഇങ്ങനെ പറക്കായിരുന്നു. സെറ്റിയുടെ മോളിൽ നിന്നൊക്കെ ഇങ്ങനെ ചാടാനൊക്കെ നോക്കും. അത് കൊച്ചിലെ നോക്കിയോ. ദേ യൂസ് ദെയർ 2 legs ടു വാക്ക് ഓൺ ദ ലാൻഡ്. എന്താണ്? അവർക്ക് 2 ചിറക് മാത്രമല്ല, 2 കാലുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഈ ആഹാരമൊക്കെ ഈ തറയിൽ ഈ മണ്ണിൽ ഇങ്ങനെ കിടക്കുന്നതൊക്കെ കൊത്തി പറക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ നടന്ന് ചിക്കി ഒക്കെ വേണ്ടേ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവർക്ക് ഈ കരയിൽ നടക്കാൻ വേണ്ടിയിട്ട് എന്താണ്? 2 കാലുമുണ്ട്. ഇനി ഇത് മാത്രമല്ല ബേർഡ്സിന്, പക്ഷിയൊക്കെ ഉള്ള വേറെയും ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. എന്തായിരിക്കും? നീന്തുക. സം ബേർഡ്സ് സ്വിം ഓൺ വാട്ടർ. എന്താണ്? ചില പക്ഷികൾ നീന്താറുണ്ട് അല്ലേ. താറാവ്, അരയന്നം, ഇങ്ങനെയൊക്കെ ഉള്ളവ എന്ത് ചെയ്യും? വെള്ളത്തിൽ നീന്തും. കുളക്കാക്ക അല്ലേ. ഇവയൊക്കെ എന്താണ്? പറക്കുകയും നീന്തുകയൊക്കെ ചെയ്യും. പറക്കുക, നീന്തുക. അപ്പോൾ അവർക്ക് അവരുടെ ആ കാലിൻ്റെ പ്രത്യേകത കൊണ്ടാണ് എല്ലാ പക്ഷികളും നീന്താറില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ഈ കാലിൽ അതായത് ഈ വെബ്ഡ് ഫീറ്റ് എന്ന് പറയും. അങ്ങനെയുള്ള ഈ കാലിന് പ്രത്യേകതയുള്ള ഈ താറാവിൻ്റെയൊക്കെ കാലും മറ്റ് പക്ഷികളുടെ കാലും തമ്മിൽ വ്യത്യാസമില്ലേ. അതുപോലെ ആ പ്രത്യേകതയുള്ള കാലിലുള്ള പക്ഷികളാണ് നീന്തുന്നത്. അതായത് ഈ കാലിലെ വിരലുകൾ തമ്മിൽ ഇങ്ങനെ യോജിച്ചിരിക്കുന്ന ഒരു തൊലി ഇങ്ങനെ വന്ന് ജോയിൻ്റ് ചെയ്തിരിക്കും. അതിനെയാണ് വെബ്ഡ് ഫീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത മൃഗങ്ങളെ കുറിച്ചാണ്. സം അനിമൽസ് വാക്ക് ഓൺ 4 legs. എന്താണ്? ചില മൃഗങ്ങൾ എന്ത് ചെയ്യും? 4 കാല് നടക്കാറുണ്ട്. അത് എങ്ങനെയാണ്? ആരൊക്കെയാണ്? ലയൺ, സിംഹം, ടൈഗർ, എലിഫൻറ്റ്. ടൈഗർ കടുവ, എലിഫൻറ്റ് ആന, ഹോഴ്സ് കുതിര, ഡോഗ് അറിയാലോ പട്ടി, ക്യാറ്റ് പൂച്ച. ഇങ്ങനെയൊക്കെ ഉള്ളവ എന്താണ്? 4 കാലേ നടക്കാറുണ്ട്. സം അനിമൽസ് ദാറ്റ് വാക്ക് ഓൺ ലാൻഡ് വിത്ത് ദെയർ 4 legs. ചില മൃഗങ്ങൾ എന്താണ്? നടക്കുന്ന എങ്ങനെയാണ്? 4 കാലേ നടക്കാറുണ്ട്. ഈ കങ്കാരുമൊക്കെ എന്ത് ചെയ്യും? 2 കാലേ ചാടി പോവും. അപ്പം അങ്ങനെ ഉള്ളവയുണ്ട്. ഈ 4 കാലിൽ നടക്കുന്നവയുണ്ട്. അടുത്ത് പിന്നെ ഈ കാർട്ടൂൺസിലൊക്കെ കാണാറുണ്ടല്ലോ 2 കാലേ. നമ്മളെ എൻ്റെ മോൾ കാണുന്ന ഒരു കാർട്ടൂണുണ്ട്, ഹണി ബണി സോർദാർ പോപ്പറ്റ് അല്ലേ. അതിൽ കാർട്ടൂൺസിലൊക്കെ 2 കാലേ നടക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കാണുന്ന
സൂവിലൊക്കെ പോയാലും നമ്മളെ വീട്ടിലൊക്കെ ആയാലും ഈ പട്ടിയും പൂച്ചയൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, സൂവിൽ പോയാലും മൃഗങ്ങളെ കാണുമ്പോൾ അവരെങ്ങനെയാണ് നടക്കുന്നത്, 4 കാല്. അടുത്ത് നോക്കാം. അടുത്തെന്താണ്? വെള്ളത്തിൽ ജീവിക്കുന്നവയാണ് അടുത്ത് പഠിക്കുന്നത്. ഫിഷസ് live in water. They have fins for swimming. Some animals can live both in water and on land. Frogs have webbed feet to swim in water. They can also hop around on land. എന്താണ്? ഫിഷസ് ലീവ് ഇൻ ലാൻഡ് അയ്യോ പറ്റിപ്പോയി. നോക്കിയോ, ഫിഷസ് ലീവ് ഇൻ വാട്ടർ. എന്താണ്? മീനുകൾ വെള്ളത്തിൽ ആണ് താമസിക്കുന്നത് അല്ലേ? അവ എന്തുകൊണ്ടാണ് ഇങ്ങനെ നീന്തുന്ന? ഫിൻസ് തൈ കാണില്ലേ, മീനിൻ്റെ ഈ ചിറകുകൾ, അതാണ് ഫിൻസ് എന്ന് പറയുന്നത്. ഈ ഫിൻസാണ് അവരെ നീന്താൻ വേണ്ടി സഹായിക്കുന്നത്. കണ്ടല്ലേ, ഈ മീനിൻ്റെ ഈ 2 സൈഡേ കാണുന്നില്ലേ, ഇതാണ് ഫിൻസ്. അതാണ് അവയെ നീന്താൻ വേണ്ടി സഹായിക്കുന്നത്. സം ആനിമൽസ് ക്യാൻ ലീവ് ബോത്ത് ഇൻ വാട്ടർ ആൻഡ് ഓൺ ലാൻഡ്. എന്താണ്? ചില മൃഗങ്ങൾ വെള്ളത്തിലും കരയിലുമായിട്ട് ആണ് താമസിക്കുന്നത്. എനിക്ക് ചെറിയ അതായത് വയ്യായികയുണ്ട്, അതിൻ്റേതായ ബുദ്ധിമുട്ടാണ്, സോറി, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ചില മൃഗങ്ങൾ എന്താണ് വെള്ളത്തിലും കരയിലുമായിട്ട് താമസിക്കുകയാണ്. അങ്ങനെയുള്ള മൃഗങ്ങളും ഉണ്ട്. അതിൽ ഉള്ള ആളാണ് ആരാണ്? ഈ ഫ്രോഗ്, തവള വെള്ളത്തിലും താമസിക്കും കരയിലും താമസിക്കും. ഫ്രോഗ്സ് ഹാവ് വെബ്ഡ് ഫീറ്റ് ടു സ്വിം ഇൻ വാട്ടർ. ഞാൻ പറഞ്ഞില്ലേ, ഈ തവളയ്ക്ക് എന്തുണ്ട്? ഈ വെബ്ഡ് ഫീറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവയ്ക്ക് വെള്ളത്തിലും നീന്താം. ദേ ക്യാൻ ഓൾസോ ഹോപ്പ് അറൗണ്ട് ഓൺ ലാൻഡ്. അതെന്താണ്? നമ്മുടെ കരയിലും നടക്കാറുണ്ട്. അപ്പം നോക്കിക്കോ, അത് പനി വന്നിട്ട് സംസാരിക്കാനായിട്ട് എനിക്ക് ചെറിയൊരു, ഞാൻ വിചാരിക്കണത് നടക്കുന്നില്ല, പറയാൻ പറ്റണില്ല, സോറി കേട്ടോ. നോക്കിക്കോ, എല്ലാവരും നോക്കിക്കോ, വായിക്കുകയാണേ. ബേർഡ്സ് ഹാവ് വിങ്സ് ടു ഫ്ലൈ ഇൻ ദ എയർ. ദേ യൂസ് ദെയർ 2 legs to walk on the land. Some birds swim on air. Some animals walk on 4 legs. Lion, tiger, elephant, horse, dog, cat are some animals that walk on land with their 4 legs. Fishes live in water. They have fins for swimming. Some animals can live both in water and on land. Frogs have webbed feet to swim in water. They can also hop around on land. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും നല്ല രീതിയിൽ നോക്കി പഠിക്കുക. എനിക്ക് അസ്വസ്ഥത ഉള്ളത് കൊണ്ടാണ് ഈ സംസാരിക്കുന്നതിനുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് സോറി. പിന്നെ വേറെ ഒന്നുമില്ല, എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, എന്ത് നല്ലതായാലും ചീത്തയായാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു.